അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1509. സൂറത്തുൽ ഇസ്രാ 71-72 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يوم ندعو كل أناس. എല്ലാ മനുഷ്യരെയും നാം വിളിക്കുന്ന ദിനം ഓർക്കുക. ബി ഇമാമിഹിം, അവരുടെ ഇമാമിന്റെ കൂടെ. ഫമൻ ഊതിയ കിതാബഹു ബി യമീനിഹി, അപ്പോൾ ഏതൊരാൾക്ക് തന്റെ വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടുവോ ഫൗലായിക യഖറഊന കിതാബഹും, അക്കൂട്ടർ അവരുടെ ഗ്രന്ഥം വായിക്കുന്നതാണ്. വലാ യുളമൂന ഫത്തീല, അവർ അശേഷം ആക്രമിക്കപ്പെടുന്നതല്ല. വമൻ കാന ഫീ ഹാദിഹി അഅ്മ, ഏതൊരാൾ ഈ ഭൂമിയിൽ അന്ധനായോ ഫഹുവ ഫിൽ ആഖിറത്തി അഅ്മ, അവൻ പരലോകത്തും അന്ധനാണ്. വഅളല്ലു സബീല, ഏറ്റവും കൂടുതൽ വഴിപഴച്ചവനും ആണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിന്റെ കഴിഞ്ഞ സൂക്തങ്ങളിൽ ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ആ കൂട്ടത്തിൽ തൊട്ട് മുമ്പത്തെ സൂക്തത്തിൽ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു തആല നൽകിയ ആദരവും അവന്റെ ജീവിത വ്യവഹാരത്തിന്റെ വിവിധ വഴികളിൽ അല്ലാഹു തആല ഒരുക്കി കൊടുത്ത സംവിധാനങ്ങളുമെല്ലാം ഉണർത്തി. ബാഹ്യലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ, അതേപോലെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പ്രത്യേകമായ അംഗീകാരങ്ങളുടെ കാര്യങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതിനു ശേഷം മനുഷ്യർക്ക് പരലോകത്ത് അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്ന ഗ്രേഡുകളുടെ, സ്ഥാനമാനങ്ങളുടെ അവസ്ഥ വിവരിക്കുകയാണ് ഇവിടെ എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ സൂക്തത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ അല്ലാഹു പറയുന്നു, യൗമ നദ്ഉ കുല്ല ഉനാസിൻ, ഓരോ ജനങ്ങളെയും, എല്ലാ ജനങ്ങളെയും നാം വിളിക്കുന്ന ദിവസം ഓർക്കുക. ബിഇമാമിഹിം, അവരുടെ ഇമാമിന്റെ കൂടെ, ഇമാമിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കും എന്നാണ്. ഇമാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശം എന്ന് സംബന്ധമായി വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാവരും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടി ആ വിചാരണ അവരുടെ ഇമാമിന്റെ സന്നിധിയിൽ വെച്ച് നടത്തും എന്നാണ്. ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, യുഖ്ബിറു തആല, തബാറക വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യൗമിൽ ഖിയാമ, ഈ സൂക്തത്തിലൂടെ അന്ത്യനാളിനെ സംബന്ധിച്ചാണ്. എന്ത്? അന്നഹു യുഹാസിബു കുല്ല ഉമ്മത്തിൻ ബി ഇമാമിഹിം, ഓരോ സമൂഹത്തെയും അവരുടെ ഇമാമിന്റെ കൂടെ ബഹുമാനപ്പെട്ട പരലോകത്ത് അല്ലാഹു തആല വിചാരണ നടത്തും എന്ന്. എന്നാൽ ഈ ഇമാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം എന്ന് സംബന്ധമായി വ്യത്യസ്ത വീക്ഷണമുണ്ട് എന്ന് ഇബ്നു കസീർ തുടർന്ന് പറയുന്നു. വഖദ് ഇഖ്തലഫു ഫീ ദാലിക്, ഈ ഇമാം ആരാണ് എന്ന് സംബന്ധമായി വ്യത്യസ്ത വീക്ഷണം പണ്ഡിതന്മാർ പറഞ്ഞു. ഫഖാല മുജാഹിദുൻ വ ഖതാദത്തു, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവും ഖതാദ റളിയല്ലാഹു അൻഹുവും പറഞ്ഞത് ഐബി നബിയിഹിം, ആ സമുദായത്തിന്റെ നബിയുടെ സന്നിധിയിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ വിചാരണ നടത്തുമെന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വലികുല്ലി ഉമ്മത്തിർ റസൂൽ ഫൈദാ ജാഅ റസൂലുഹും ഖുദിയ ബൈനഹും ബിൽ ഖിസ്തി വഹും ലാ യുദ്ലമൂൻ. സൂറത്ത് യൂനുസിന്റെ 47ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓരോ സമുദായത്തിനും അവർക്കിടയിൽ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനും അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനും ദൂതന്മാർ വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ റസൂല് വരുന്ന സമയത്ത് അവർക്കിടയിൽ വിധി പ്രഖ്യാപിക്കപ്പെടും, അവരശേഷം ആക്രമിക്കപ്പെടാതെ എന്ന്. അപ്പൊ ആ വ്യാഖ്യാനത്തിന് പഴുതുണ്ട് അല്ലെങ്കിൽ അതിന് സാങ്കത്യമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വേറെ ചില മഹാന്മാർ പറഞ്ഞു, വഖാല ബഅദു സലഫി, മുൻഗാമികളായ ചില മഹാന്മാർ പറഞ്ഞു, ഹാദാ അക്ബറു ശറഫിൽ അസ്ഹാബിൽ ഹദീസ്, ഹദീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്
ഈ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം അന്ന ഇമാമഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഇമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അപ്പൊ നബി തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് അവർ വിളിക്കപ്പെടുക എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വല്ലാത്ത അംഗീകാരമാണ് എന്ന്. ഇനി മറ്റൊരു വ്യാഖ്യാനം, വഖാല ഇബ്നു സൈദ്, ഇബ്നു സൈദ് എന്നവർ പറഞ്ഞു, ബി കിതാബിഹിമുല്ലദി ഉൻസില അലാ നബിയിഹിം മിനത്ത് തശ്രീഅ, അവരുടെ നബിമാർക്ക് നിയമസംഹിതകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം എന്നാണ് ഇമാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തുബരി റഹിമഹുല്ലാ ആ അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ഇനി മറ്റൊരു വ്യാഖ്യാനം എന്താണ്? ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹിം എന്ന് പറഞ്ഞ ഈ സൂക്തത്തിൽ ആ കിതാബ് അല്ലെങ്കിൽ ഇമാമ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ ബി കിതാബി അഅ്മാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബ് എന്നാണ്, രേഖ എന്നാണ്. മനുഷ്യൻ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. ആ ഏർപ്പാടാക്കിയ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കുറിപ്പ്, അതാണ് ഇവിടെ പറഞ്ഞ ഇമാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് അബുൽ ആലിയ റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഇമാം ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ഈ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത്. യൗമ നദ്ഉ കുല്ല ഉനാസിൻ, ഓരോ ജനങ്ങളെയും നാം വിളിക്കുന്ന ദിവസം, ബിഇമാമിഹിം, അവരുടെ കർമ്മരേഖയോടുകൂടെ അല്ലെങ്കിൽ ആ കർമ്മരേഖയുടെ സാന്നിധ്യത്തിൽ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, വഹാദൽ ഖൗലു ഹുവൽ അർജഹു, ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായങ്ങളെല്ലാം സ്വീകാര്യമാണെങ്കിൽ തന്നെയും ഏറ്റവും ശരിയായ അഭിപ്രായം ഇതാണ്. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹിം, എല്ലാവരെയും അവരുടെ ഇമാമിലേക്ക് ചേർത്ത് വിളിക്കുമെന്ന് പറഞ്ഞാൽ, ഇമാമിന്റെ കൂടെ വിളിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിന്റെ കൂടെ എന്നാണ്. അഥവാ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നത് എന്നതിന് മറ്റൊരു വിശദീകരണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു തെളിവിന്റെയോ ആവശ്യമില്ലാത്ത വിധം അവരുടെ ജീവിതം കൃത്യമായി ഒപ്പിയെടുത്തിട്ടുള്ള ഡയറി, അതാണ് ഈ കിതാബ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ എന്ന് ഇതേ സൂറത്തുൽ ഇസ്രായിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. പരലോകത്ത് ഓരോരുത്തരിൽ നിന്നും ഒരു ഗ്രന്ഥം പുറത്തു കൊണ്ടുവരികയും അത് വായിക്കാനും നിന്നെ വിചാരണ നടത്താൻ നീ തന്നെ മതി എന്ന് അല്ലാഹു തആല പറയുമെന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ. അതാണ് ഇവിടെ പറഞ്ഞ ഇമാം എന്നതിന്റെ വ്യാഖ്യാനം, എന്നതിന്റെ അർത്ഥം. അതാണ് പ്രബലമായ അഭിപ്രായം. എന്തുകൊണ്ട് ഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞതിനെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാം നമ്മളൊരു വ്യക്തമായ രേഖയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞല്ലോ സൂറത്ത് യാസീന്റെ 12ാമത്തെ സൂക്തം. ആ വ്യക്തമായ ഇമാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജീവിതം അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഗ്രന്ഥമാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഇമാമിന്റെ അർത്ഥം. എന്നുമാത്രമല്ല, ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ ആശയം അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി സൂറത്തുൽ കഹ്ഫിന്റെ 49ാമത്തെ സൂക്തം, ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. സൂറത്തുൽ കഹ്ഫിന്റെ 49ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യന്റെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള സംഗതികളെല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന കിതാബ്, ആ ഗ്രന്ഥം, അതിന്റേതായിട്ടുള്ള അവസരങ്ങൾ കാണുമ്പോൾ അതിവിടെ മുന്നിൽ വെക്കുമ്പോൾ അക്രമികളായിട്ടുള്ള ആളുകൾ അതിലൊന്തൊക്കെയാണ് ഉള്ളത് എന്ന് സംബന്ധമായി വല്ലാത്ത ഭയവിഹ്വലരായിട്ട് കാണാം. എന്നുമാത്രമല്ല അവർ പറയുകയും ചെയ്യും, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു അത്ഭുത ഗ്രന്ഥമാണ്, വല്ലാത്ത നാശം പറ്റിയല്ലോ. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ ഈ ഗ്രന്ഥം. അങ്ങനെ വജദൂ മാ അമിലു ഹാദിറ, അവർ പ്രവർത്തിച്ചിരുന്ന സംഗതികളെല്ലാം അവർ തന്റെ കൺമുന്നിൽ വ്യക്തമായി കാണുന്നതാണ്. അല്ലാഹു തആല ആരെയും ആക്രമിക്കുന്നില്ല, ഓരോരുത്തരും ചെയ്തു വെച്ചത് മാത്രമാണ് ആ ഗ്രന്ഥത്തിലുള്ളത് എന്ന് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞല്ലോ.
അങ്ങനെ വേറെയും ധാരാളം ആയത്തുകളുണ്ട്. ഉദാഹരണം സൂറത്തുൽ ജാസിയയുടെ 28-29 സൂക്തങ്ങൾ. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ اليوم تجزون ما كنتم تعملون هذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون. അല്ലാഹു തആല ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ സമൂഹവും പരലോകത്ത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച സംഗതികളെല്ലാം രേഖപ്പെടുത്തി ആ ഗ്രന്ഥത്തിലേക്ക് വിളിക്കപ്പെടും. എന്നിട്ട് ആ ഗ്രന്ഥം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഇതാ നമ്മുടെ ഈ ഗ്രന്ഥം നിങ്ങളെ സംബന്ധിച്ചുള്ള സത്യം ഇവിടെ വ്യക്തമായി പ്രഖ്യാപിക്കും. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്ന് അള്ളാഹു തആല പറയും. അപ്പൊ പരലോകത്തൊരു ഗ്രന്ഥത്തിന്റെ വിതരണവും അതേപോലെ തന്നെ അതിന്റെ വായനയും അത് ഇസ്ലാം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഇവിടെ പറഞ്ഞ ഇമാം എന്നാണ് ഏറ്റവും പ്രബലമായിട്ട് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. എന്നിട്ട് അതിന്റെ സ്ഥിരീകരണത്തിന് ഏറ്റവും വ്യക്തമായത് ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, ഓരോ മനുഷ്യരെയും അവരുടെ ഇമാമിനോട് കൂടെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഇമാമിന്റെ കൂടെ വിളിക്കുന്നു പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞെന്താ? ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അവന്റെ ഗ്രന്ഥം വലതു കൈയിൽ നൽകപ്പെട്ടാൽ ഫൗലായിക യഖറഊന കിതാബഹും, അവരവരുടെ ഗ്രന്ഥം വായിക്കുന്നതാണ് എന്ന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും വായിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവരും വായിക്കണം. അക്രമികൾ വായിക്കുമ്പോൾ അവരുടെ നാണക്കേടാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചത്. എന്നാൽ നല്ലവരായ ആളുകൾ ആ ഗ്രന്ഥം വായിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. അത് ഫൗലായിക യഖറഊന കിതാബഹും, അവരുടെ കിതാബ് അവർ വായിക്കുമെന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഐ മിൻ ഫർഹത്തിഹി വസുറൂരിഹി ബിമാ ഫീഹി മിനൽ അമലി സ്വാലിഹി യഖറഉഹു വയുഹിബ്ബു ഖിറാഅതഹു, അവൻ ആ ഗ്രന്ഥത്തിലുള്ള അവന്റെ സൽക്കർമ്മങ്ങൾ അത് വായിക്കാൻ അവൻ വല്ലാതെ ഇഷ്ടപ്പെടും. അത് വായിക്കുന്നതിൽ അവൻ അനൽപമായ സന്തോഷവും അതേപോലെ തന്നെ ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ടാകും. കാരണം ജീവിച്ച കാലത്ത് ഇങ്ങനൊരു ഗ്രന്ഥം വരാനുണ്ടെന്നും ഒരു വിചാരണ നേരിടാനുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് നല്ല അച്ചടക്കബോധമുള്ള ജീവിതമായിരുന്നു അവൻ നയിച്ചിരുന്നത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, നോക്കൂ സൂറത്തുൽ ഹാഖ അതിന്റെ 19 മുതൽ 26 കൂടിയ സൂക്തങ്ങൾ. അവിടെ നമുക്ക് കാണാം, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നയാള് അവർ പറയും, ഹാഉം ഖറഊ കിതാബിയ, എല്ലാവരും വന്നോളൂ, എന്നിട്ട് എന്റെ കിതാബ്, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം നിങ്ങൾ തന്നെ വായിച്ചോളൂ. കാരണം എന്താ? അത് നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ എനിക്ക് ചളിപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് ബേജാറില്ല. എന്തുകൊണ്ട് ബേജാറില്ല? ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണ നടക്കാനുണ്ട് എന്ന് നേരത്തെ തന്നെ ഞാൻ വിശ്വസിക്കുകയും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തിരുന്നു ഞാൻ. ഉണ്ടോ? അപ്പൊ ആ മുൻകരുതലുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ നൽകുകയാണ് ചെയ്തത്. അവർക്ക് സന്തോഷമുള്ള സ്വർഗത്തിലേക്കും അതേപോലെ തന്നെ ഇണകളിലേക്കും ഒക്കെ പോകാൻ, സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളെ ആസ്വദിക്കാനുള്ള ക്ഷണമുണ്ടാകും എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. അവസാനം പറഞ്ഞു, എന്നിട്ട് വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നവൻ ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. നോക്കൂ, അല്ലാഹു തആല പറയാണ്, തുടർന്ന് വലത് കൈയിൽ കിതാബ് കിട്ടിയവന്റെ സന്തോഷവും അവന്റെ ആനന്ദവും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇടത് കൈയിൽ കിതാബ് കിട്ടിയവന്റെ ദയനീയത കാണുകയാണ്. എന്താണ്? ഇടത് കൈയിൽ കിതാബ് കിട്ടിയവൻ പറയുന്നു, യാ ലൈതനി ലം ഊത കിതാബിയ, ഇങ്ങനൊരു കിതാബ് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു, വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനത്തെ ഒരു വിചാരണ ഒന്നും ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഭൗതിക ലോകത്തുണ്ടായിരുന്ന സംവിധാനങ്ങൾ, എന്റെ സമ്പത്ത്, എന്റെ അധികാരം, ഇതൊന്നും എനിക്ക് ഇവിടെ ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിലെത്തിയപ്പോ
ഞാൻ ഭൂമിയിൽ ജീവിച്ച സമയത്ത് എന്നെ സന്തോഷിപ്പിച്ചിരുന്ന സ്വാധീനങ്ങളൊന്നും, അതേപോലെ ഞാൻ ഏതു പ്രതിസന്ധിയിലും രക്ഷയ്ക്ക് വേണ്ടി കണ്ടിരുന്ന എന്റെ സമ്പത്തും അധികാരങ്ങളും സ്വാധീനങ്ങളും അതൊന്നും ഇവിടെ അല്പം പോലും വില പോകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വിലപിക്കുന്ന സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറയും, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. അവരെ പിടിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് നരകത്തിലേക്ക് ഇടാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിക്കും. ഇത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥവിതരണവും അതിന്റെ വായനയുടെ സമയത്തുള്ള വ്യത്യസ്ത ഭാവങ്ങളും അത് ഖുർആൻ വിശദീകരിച്ചതാണ്. അതിലെ ഒരു ഭാഗമാണ് ഇവിടെ ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലതു കൈയിൽ ഏതെങ്കിലും ഒരാൾക്ക് കിതാബ് നൽകപ്പെട്ടാൽ ഫൗലായിക യഖറഊന കിതാബഹും, അവരവരുടെ ഗ്രന്ഥം വായിക്കും. എങ്ങനെ വായിക്കും? സന്തോഷത്തോടെ വായിക്കും. വലാ യുളമൂന ഫതീല, അവരശേഷം ആക്രമിക്കപ്പെടുന്നവരല്ല. ആരും ആക്രമിക്കപ്പെടില്ല. പക്ഷേ ഈ വലതു കൈയിൽ കിതാബ് കിട്ടിയവർക്ക് വല്ലാത്ത സന്തോഷത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റെയും സാഹചര്യങ്ങൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുക്കും എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് മഹാൻ ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകളൊക്കെ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം എന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായിട്ട്, യുദ്ആ അഹദുഹും, അവരിൽ നിന്നൊരാളെ വിളിക്കപ്പെടും, ഫയുഅ്താ കിതാബഹു, അവന്റെ കിതാബ് നൽകപ്പെടും, ബിയമീനിഹി, വലതു കൈയിൽ, വയുമദ്ദു ലഹു ഫീ ജിസ്മിഹി വയുബയ്യദു വജ്ഹുഹു, അവന്റെ ശരീരത്തിന് വലിയ വിശാലതയും അതേപോലെ തന്നെ മുഖത്തിന് നല്ല പ്രസന്നതയും നൽകപ്പെടും. വയുജഅലു അലാ റഅസിഹി താജും മിൻ ലുഅ്ലുഅ, പ്രത്യേക മുത്തുകൊണ്ടുള്ള കിരീടം അവന്റെ തലയിൽ അണിയിക്കപ്പെടും. തതലഅലഉ, അതിങ്ങനെ വല്ലാതെ ലംഘുന്നുണ്ടാകും, പ്രകാശിക്കുന്നുണ്ടാകും. ഫയൻതലിഖു ഇലാ അസ്ഹാബിഹി, അങ്ങനെ അവന്റെ ആളുകൾ അഥവാ ഇതേ മൈൻഡും സ്വഭാവവും ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്തേക്ക് അയാൾ പോകും. ഫയറൗനഹു മിൻ ബഈദ്, വളരെ ദൂരത്തുനിന്ന് തന്നെ ഈ സൗഭാഗ്യവാനായ ആളെ അദ്ദേഹത്തിന്റെ അതേ ചേരിയിലും അതേ മൈൻഡിലും അതേ സ്വഭാവത്തിലും ജീവിച്ചിരുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. ഫയഖൂലൂന, അപ്പോൾ അവര് പറയും, അല്ലാഹുമ്മ ഇഅ്തിനാ ബിഹാദാ, പടച്ചോനെ അദ്ദേഹത്തെ ഞങ്ങളുടെ അടുത്തൂടെ ഒന്ന് കൊണ്ടുവരണേ എന്ന്, മുബാരിക് ലനാ ഫീ ഹാദാ, ഇദ്ദേഹത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്നും പറയും. അങ്ങനെ ഫയതിയഹും, അദ്ദേഹം ഇവരുടെ അടുത്ത് വരും. അങ്ങനെ ഫയഖൂലു ലഹും, അവരോട് പറയും, അബ്ശിറൂ, നിങ്ങളൊക്കെ സന്തോഷിച്ചോളൂ, ഫഇന്ന ലികുല്ലി റജുലിൻ മിൻകും മിസ്ല ഹാദാ, നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതുപോലുള്ളത് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസവും അതിനനുസരിച്ചുള്ള ജീവിത ക്രമീകരണവും നടത്തിയിട്ട് പരലോകത്ത് വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പദ്ധതികളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി അച്ചടക്കവും അനുസരണവുമുള്ള ഒരു ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ അംഗീകരിച്ച് ജീവിക്കാനുള്ള മനസ്ഥിതിയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും വരുത്തിയ ആളുകൾ, അവർക്ക് സന്തോഷത്തിന്റെ സന്ദേശമാണ് നൽകപ്പെടുന്നതെങ്കിൽ വാമ്മൽ കാഫിർ, അവിശ്വാസിയായിട്ടുള്ള ആള് ഫയുസ്വദ്ദു വജുഹ, അവന്റെ മുഖം കറുത്തിരുണ്ടു പോകും. എന്നിട്ട് വയുമദ്ദു ലഹു ഫി ജിസ്മിഹി, അവന്റെ ശരീരവും വല്ലാതെ വിശാലമാക്കപ്പെടും. വയറാഹു അസ്ഹാബുഹു, അയാളെയും അദ്ദേഹത്തിന്റെ അതേ മൈൻഡിലുണ്ടായിരുന്ന ആളുകൾ കാണും. ഫയഖൂലൂന, അപ്പോൾ അവര് പറയും, നഊദു ബില്ലാഹി മിൻ ഹാദാ ഔ മിൻ ശർരി ഹാദാ, പടച്ചോനെ ഇയാളുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവല് തേടുന്നു. അല്ലാഹുമ്മ ലാ തഅ്തിനാ ബിഹി, അവനെ ഞങ്ങളുടെ സമീപത്തുകൂടെ കൊണ്ടുവരല്ലേ പടച്ചോനെ എന്ന് പറയും. എന്നാൽ അല്ലാഹു തആല അവനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരും, അവന്റെ അതേ സ്വഭാവത്തിലുണ്ടായിരുന്ന ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഫയഖൂലൂൻ, അപ്പോൾ അവര് പറയും, അല്ലാഹുമ്മ അഖ്സിഹി, പടച്ചോനെ അവനെ നീ വഷളാക്ക്, നിന്ദ്യനാക്ക് എന്ന് പറയും. അപ്പോ ഫയഖൂൽ, ഈ നിന്ദ്യനായി നിൽക്കുന്ന അവിശ്വാസി പറയും, എന്ത്, അബഅദകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അവന്റെ എല്ലാ അനുഗ്രഹത്തും ദൂരത്താക്കട്ടെ. കാരണം ഫഇന്ന ലികുല്ലി റജുലിൻ മിൻകും മിസ്ല ഹാദാ, ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ പ്രതിഫലം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന്. അപ്പൊ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും അവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ അവസ്ഥയനുസരിച്ച് വിജയപരാജയങ്ങൾ നിർണയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന്. ഒമൻ കാന ഫീ ഹാദിഹി അഅ്മ, തുടർന്ന് അല്ലാഹു പറയാണ്, ഈ ദുനിയാവിൽ ആരെങ്കിലും അന്ധനായാൽ അഥവാ പടച്ച തമ്പുരാന്റെ തെളിവുകളും അവന്റെ ഖുദ്റത്തിന്റെ രേഖകളുമൊക്കെ മനസ്സിലാക്കി ഖുർആനിക അധ്യാപനത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിന്റെയും അതേപോലെ തന്നെ ശരിയായ രീതിയുടെയും ഒക്കെ രീതിയിലേക്ക് വരുന്നതിൽ നിന്ന് അന്ധത ബാധിച്ച് അത് കാണാൻ കഴിയാതെ പോയ ആളുകൾ ഫഹു ഫിൽ ആഖിറത്തി അഅ്മ, പരലോകത്തിൽ അവൻ ഏറ്റവും വലിയ അന്ധനായിരിക്കും എന്ന് പറഞ്ഞാൽ
പരലോകത്തിൽ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവന്റെ മുന്നിലുണ്ടാവില്ല. ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് തൗബ ചെയ്ത് നന്നാവാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗപ്പെടുത്താതെ അവൻ അവന്റെ ജീവിതം ഹോമിച്ചപ്പോൾ, തിന്മയിലായി അത് നശിപ്പിച്ചപ്പോൾ, പരലോകത്തവന് എത്ര കുമ്പസരിച്ചാലും യാതൊരു ഫലവുമില്ലാത്ത വിധത്തിൽ അവൻ അങ്ങേയറ്റം വിഷമകരമായ അവസ്ഥയിലാണ് ഉണ്ടാവുക. വല്ലു സബീല, അവൻ ഏറ്റവും വഴിപഴച്ചവനുമായി തീരും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ റൂട്ടിലേക്ക് കടന്നു വരാനുള്ള യാതൊരു സൌകര്യവുമില്ലാത്ത വിധം അനന്തമായ പാരത്രിക ജീവിതത്തിൽ നരകത്തിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങി, കുറ്റങ്ങളുടെ പേരിൽ, തിന്മകളുടെ പേരിൽ, അവിശ്വാസത്തിന്റെ പേരിൽ ഒക്കെ കടുത്ത ശിക്ഷകളും അതേപോലെ ദുരിതങ്ങളും മാത്രം ഏറ്റുവാങ്ങി കഴിഞ്ഞുകൂടേണ്ട ഗതികേടവനുണ്ടാകും. അതുകൊണ്ട് ഭൌതിക ലോകത്ത് ജീവിക്കുമ്പോൾ അനന്തമായ പാരത്രിക ജീവിതമെന്നൊന്ന് വരാനുണ്ടെന്നും ഇവിടെയുള്ളതെല്ലാം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും മനസ്സിലാക്കി ജീവിതം ക്രമീകരിച്ചവർ വിജയിച്ചു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.